ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോൾ സ്റ്റോക്ക്ഹോമിൽ നിന്ന് തുർക്കിയിലേക്കുള്ള ക്രൂയിസ് കയറാൻ പോവുകയാണ്. അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് നമുക്ക് പോകേണ്ട ക്രൂയിസ്. സ്റ്റോക്ക്ഹോമിൽ നിന്ന് തുർക്കിയിലേക്ക് ഏകദേശം ഒരു 11 മണിക്കൂർ യാത്രയുണ്ട്. മോർണിംഗ് ഒരു 7 മണിയാകുമ്പോഴായിരിക്കും നമ്മൾ തുർക്കിയിലെത്തുക. ഇതാണ് കേട്ടോ ഞങ്ങൾക്ക് കിട്ടിയ റൂം. നമുക്കിനി ഫുഡ് കഴിച്ചിട്ടൊന്ന് പുറത്തിറങ്ങി നോക്കാവേ നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റുമോ എന്നൊന്ന് നോക്കാം. ഈ ഒരു ക്രൂസിൻ്റെ അകത്ത് ഒത്തിരി പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ഒത്തിരി റെസ്റ്റോറൻറ്റും ഷോപ്പും ഒക്കെ ഉണ്ട്. പുറത്ത് നല്ല തണുപ്പും കാറ്റുമാണ് കേട്ടോ. നമുക്ക് എന്തായാലും താഴത്തോട്ട് നോക്കാം എന്തെങ്കിലും കാണുന്നുണ്ടോന്ന്. ഒന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ, പുറത്ത് ഭയങ്കര ഇരുട്ടാണ്. ഇവിടെ ഇരിക്കാനായിട്ട് കുറേ സ്പേസ് ഉണ്ട്, പക്ഷേ തണുപ്പായതുകൊണ്ടാണ് ആരും ഇപ്പം വന്നിരിക്കാത്തത്. നല്ല കാറ്റുമാണ് പുറത്ത്. നമ്മളിപ്പം ഫസ്റ്റ് ഫ്ലോറിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് നോക്കാം എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ എന്ന്. ഇവിടെ നമുക്ക് ഇത്തിരി വെള്ളം കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ, അല്ലാതെ വേറൊന്നും കാണുന്നില്ല. ഇത് ഇവിടുത്തെ പ്രോഗ്രാംസിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തേക്കുന്നത്. ഇനിയിപ്പോൾ ഞങ്ങൾ എന്തായാലും കിടക്കാൻ പോവുകയാണ്, കാരണം ഭയങ്കര ടയേർഡാണ്. ഇപ്പം രാവിലെ 6 മണി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഇവിടെ ഒരു 5 മണിക്ക് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, കാരണം 7 മണിയാകുമ്പോഴായിരിക്കും നമ്മൾ തുർക്കിയിലെത്തുക. അപ്പം നമുക്ക് 7 മണിക്ക് തന്നെ ഈ ക്രൂയിസിൽ നിന്ന് നമുക്ക് ഇറങ്ങണം. ഇപ്പം ഞങ്ങൾ 7 മണിയായപ്പം തുർക്കിയിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവർ നമ്മളെ തുർക്കിയിൽ നിന്നും ഹെൽസിങ്കിയിലോട്ടാണ് കൊണ്ടുപോകുന്നത്. ഹെൽസിങ്കിയിൽ ഏകദേശം ഒരു 9:30 ആകുമ്പോൾ എത്തുമെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. ഹെൽസിങ്കി ഫിൻലാൻഡിലെ ക്യാപിറ്റലും കൂടുതൽ പോപ്പുലേഷനുള്ള സിറ്റിയാണ്. ഫിൻലാൻഡിലെ ഏറ്റവും ജനസംഖ്യയുള്ള സിറ്റി എന്ന നിലയിൽ രാഷ്ട്രീയം, വിദ്യാഭ്യാസം, സംസ്കാരം, ഗവേഷണം എന്നിവയ്ക്കുള്ള രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രവുമാണിത്. എസ്റ്റോണിയയിലെ ടാലിനിൽ നിന്ന് ഏകദേശം 80 കിലോമീറ്റർ വടക്കും, സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിൽ നിന്ന് 400 കിലോമീറ്റർ കിഴക്കും, റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ നിന്ന് 300 കിലോമീറ്റർ പടിഞ്ഞാറുമായിട്ടാണ് ഹെൽസിങ്കി സ്ഥിതി ചെയ്യുന്നത്. ഈ 3 നഗരങ്ങളുമായും ഹെൽസിങ്കിക്ക് ചരിത്രപരമായ ബന്ധമുണ്ട്. ഈ കാണുന്നതാണ് ഉസ്പെൻസ്കി കത്തീഡ്രൽ. നമ്മളിനിപ്പോൾ അത് കാണാനാണ് പോകുന്നത്.
ഇന്ന് നല്ല തണുപ്പാണ്. ഇവിടുത്തെ ടെമ്പറേച്ചർ ഇന്ന് -4 ഡിഗ്രിയാണ്. ഈ ഡിസംബർ മാസത്ത് ഹെൽസിങ്കിയിലെ സൺസെറ്റ് 3 മണിക്കും സൺറൈസ് 9 മണിക്കുമാണ്. ഇതാണ് ഉസ്പെൻസ്കി കത്തീഡ്രൽ. ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കത്തീഡ്രൽ ആണ്. നോർത്തേൺ യൂറോപ്പിന്റെയും വെസ്റ്റേൺ യൂറോപ്പിന്റെയും ഏറ്റവും വലിയ ഓർത്തഡോക്സ് പള്ളിയാണിത്. ഈ ഒരു കത്തീഡ്രലിൽ നിരവധി വിലയേറിയ ഐക്കോണുകളുണ്ട്. അതായത് 19-ാം നൂറ്റാണ്ടിലെ കുറെ ഐക്കോണുകൾ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. 2007 ഓഗസ്റ്റ് 16-ന് ഒത്തിരി വിനോദസഞ്ചാരികൾ ഈ ഒരു കത്തീഡ്രൽ വിസിറ്റ് ചെയ്യാൻ വന്നു. അന്ന് ഇതിൽ നിന്നും ഒരു ഐക്കോൺ മോഷ്ടിക്കപ്പെട്ടു. അതവർ കണ്ടുപിടിക്കാൻ ശ്രമിച്ചെങ്കിലും കണ്ടുപിടിക്കാനായിട്ട് അവർക്ക് പറ്റിയില്ല. 2010 സിമിലർ മോഷണം വീണ്ടും നടന്നു. പിന്നീട് 2011 വീണ്ടും 2 പേര് മോഷ്ടിക്കാൻ കയറി. അപ്പോഴേക്കും അവരെ പോലീസ് കണ്ടുപിടിച്ചു. ഈ ഒരു പള്ളി മൺഡേ ക്ലോസ്ഡ് ആയിരിക്കും, ബാക്കി എല്ലാ ഡേയ്സും ഓപ്പൺ ആയിരിക്കും. സുവോമെല്ലീന ഐലൻഡിലേക്കാണ് അടുത്തതായിട്ട് പോകുന്നത്. അതായത് ഇവിടെ നിന്നൊരു ഫെറി കയറിയിട്ട് വേണം ഓരോ ഐലൻഡിലേക്ക് പോകാൻ. സുവോമെല്ലീന 8 ഐലൻഡ് ചേർന്നൊരു കടൽക്കോട്ടയാണ്. ഫിൻലാൻഡിലെ തലസ്ഥാനമായ ഹെൽസിങ്കി നഗരമധ്യത്തിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ തെക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്നൊരു ഐലൻഡാണത്. സുവോമെല്ലീന ഐലൻഡിലേക്ക് കയറാനായിട്ട് എൻട്രൻസ് ഫീ ഒന്നും ഇല്ല, അത് ഫ്രീ ആണ്. പക്ഷെ നമ്മൾ ഫെറിയിൽ ടിക്കറ്റ് എടുക്കണം. ഞങ്ങൾ സ്റ്റോക്ക്ഹോമിൽ നിന്ന് തുർക്കുവിലേക്ക് വന്ന ക്രൂയിസ് ആണ് ഇത്. ഞങ്ങൾ ഏകദേശം എത്താറായിട്ടുണ്ട് ഐലൻഡിലേക്ക്. ആ ദൂരത്ത് കാണുന്നതാണ് ഐലൻഡ്. ഇതാണ് സുവോമെല്ലീന ഐലൻഡ്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഫുള്ളിങ്ങനെ സ്നോ മൂടി കിടക്കുകയാണ് ഈ ഒരു ഐലൻഡ്. റഷ്യക്കെതിരായ പ്രതിരോധം എന്ന നിലയിൽ 1748 സ്വീഡിഷ് കിരീടത്തിന്റെ കീഴിൽ കോട്ടയുടെ നിർമ്മാണം ആരംഭിച്ചു. ഈ കോട്ടകൾ നക്ഷത്രക്കോട്ട ശൈലിയിൽ പാറക്കെട്ടുകൾ യൂസ് ചെയ്താണ് നിർമ്മിച്ചത്. ഫിന്നിഷ് യുദ്ധ സമയത്ത് റഷ്യൻ സൈന്യം 1808 കോട്ട ഉപരോധിച്ചു. 1808 മെയ് 3-ന് ആ ഒരു കോട്ട കീഴടങ്ങി. അതിന്റെ നഷ്ടം 1809 റഷ്യ ഫിൻലാൻഡ് അധിനിവേശത്തിനും തുടർന്ന് റഷ്യൻ സാമ്രാജ്യത്തിനുള്ളിൽ ഒരു സ്വയംഭരണ സംസ്ഥാനമായ ഫിൻലാൻഡ് ഗ്രാൻഡ് ഡച്ചി സ്ഥാപിക്കുന്നതിനും വഴിയൊരുക്കി. റഷ്യൻ ഭരണത്തിന് കീഴിൽ 1-ാം ലോക മഹായുദ്ധ സമയത്ത് ബാൾട്ടിക് കപ്പലിന്റെ താവളമായി കോട്ട പ്രവർത്തിച്ചു. 1917 ഫിൻലാൻഡിൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതിനു ശേഷം റഷ്യൻ സൈന്യം ഈ ഒരു കോട്ട ഉപേക്ഷിച്ചു. ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് നല്ല ഭംഗിയാണ് ഓരോ ബിൽഡിങ്ങും കാണാൻ. മൂന്ന് നൂറ്റാണ്ടുകൾ കൊണ്ട് നിർമ്മിച്ച ഈ ഒരു ഐലൻഡ് ഇന്ന് ഹെൽസിങ്കിയിലെ ഒരു സവിശേഷമായ റെസിഡൻഷ്യൽ ജില്ലയും ഒരു ജനപ്രിയ വിനോദസഞ്ചാര കേന്ദ്രവുമാണ്. ഈ
ഒരു സുവോമെല്ലീന ഐലൻഡിലെ ഏകദേശം 800 താമസക്കാരുണ്ട്. 400 മുതൽ 500 പേര് വർഷം മുഴുവനും കോട്ടയിൽ ജോലി ചെയ്യുന്നു. ഫിന്നിഷ് ആഭ്യന്തര യുദ്ധത്തിന് ശേഷം പിടിക്കപ്പെട്ട സൈനികർക്കായിട്ട് വേണ്ടിയിട്ടുള്ള ജയിലാണ് കേട്ടോ ഇത്. നമ്മൾ ഫിൻലാൻഡിൽ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഈ ഒരു ഐലൻഡ്. കാരണം ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണല്ലോ ഇത്. ഈ ഒരു നദി ഫുള്ള് ഐസായിട്ട് കിടക്കുവാണ്. നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണ് കേട്ടോ ഈ ഒരു സുവോമെല്ലീന ഐലൻഡ്. ഫുള്ള് വെള്ളം പൊതിച്ച് കിടക്കുകയാണ്. ഈ ഒരു ബിൽഡിംഗ് കണ്ടോ, അതിൻ്റെ റൂഫ് കണ്ടോ, ഇത് നന്നായിട്ട് സ്ലോപ്പായിട്ടാണ് കൊടുത്തേക്കുന്നത്. കാരണം നന്നായിട്ട് സ്നോ വീഴുന്ന സ്ഥലമാണല്ലോ ഇത്. അതുകൊണ്ട് തന്നെ സ്നോ ആ റൂഫിൽ തങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത്രയും സ്ലോപ്പ് അതിന് കൊടുത്തേക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒരു വിൻ്റർ ടൈമിലായിരിക്കും ഈ ഒരു ഐലൻഡ് കാണാനായിട്ട് കൂടുതൽ ഭംഗി. ഇത് നേവൽ ഗൺസ് ആണേ. ഇതിന് ചുറ്റും കാണുന്നത് ബാൾട്ടിക് സീ ആണ്. നല്ല കാറ്റാണ് കേട്ടോ ഇവിടെ നിന്നിട്ട്, ഭയങ്കര തണുപ്പും. ഈ ചെറിയ ചെറിയ കുന്നുകൾ പോലെ കാണുന്നത് മിലിറ്ററി യൂസ് ചെയ്ത അണ്ടർഗ്രൗണ്ട് റൂംസ് ആണ്.
ഒത്തിരി അണ്ടർഗ്രൗണ്ട് റൂംസ് ഉണ്ട്. ചിലതൊക്കെ പക്ഷേ ലോക്ക് ചെയ്തേക്കുവാണ്. നമുക്കിതിൻ്റെ അകത്തൊന്ന് കയറി നോക്കാവേ. നല്ല ഇരുട്ടാണ് കേട്ടോ, ഒന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ പുറത്തോട്ട് ഇറങ്ങി. ഇത് കിങ്സ് ഗേറ്റ് ആണ്. ഏകദേശം 1.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ റൂട്ട് ഫ്രണ്ടിലെ എൻട്രൻസിൽ നിന്ന് ആരംഭിച്ച് മനോഹരമായ കിങ്സ് ഗേറ്റിൽ അവസാനിക്കുന്നു. ഇവിടെ നല്ല സ്ലിപ്പറി ആണ് കേട്ടോ. ഇവിടെ വരുന്നവർ നന്നായിട്ട് സൂക്ഷിക്കണം. കാരണം ഈ ഒരു വിന്റർ ടൈമിലാണ് വരുന്നതെങ്കിൽ തെന്നി വീഴാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഞാനത് അടുത്ത വീഡിയോയിൽ അത് തിരുത്തുന്നതായിരിക്കും. അപ്പം നമുക്ക് ഹെൽസിങ്കിയുടെ കൂടുതൽ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം അതുവരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ ബൈ.